ചുവന്ന ബലൂണുകളും പെനിവൈസ് എന്ന കോമാളിയുമായി വന്ന് നമ്മൾ ഉറക്കം കെടുത്തിയ ഇറ്റ്. ലോക സിനിമയിൽ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്നത് ഷോഷാങ്ക് റിഡംഷൻ. ഈ മാന്ത്രിക സൃഷ്ടികൾക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡ് മറ്റാരുമല്ല, സ്റ്റീഫൻ കിങ് എന്ന ഇതിഹാസമാണ്. ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതിയ ലോകങ്ങൾ വായനക്കാർക്ക് സമ്മാനിച്ച കിങ്ങിൻ്റെ യഥാർത്ഥ ജീവിതം അദ്ദേഹത്തിൻ്റെ നോവലുകളേക്കാൾ ത്രില്ലിങ്ങും നാടകീയമായിരുന്നു. കടുത്ത ദാരിദ്ര്യം, മയക്കുമരുന്ന് ആസക്തി, മരണത്തിൻ്റെ വക്കിലെത്തിച്ച വണ്ടി അപകടം, ഇതിനെല്ലാം അതിജീവിച്ച് ഭാര്യ ചവറ്റുകുട്ടയിൽ നിന്ന് എടുത്ത ഒരു കയ്യെഴുത്ത് പ്രതിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ നെറുകിലേക്ക് എങ്ങനെയാണ് നടന്നു കയറിയത്. സ്റ്റീഫൻ കിങ്ങിൻ്റെ സിനിമയെ വെല്ലുന്ന ആ ജീവിത കഥയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോകം ഒരു പക്ഷേ സ്റ്റീഫൻ കിങ്ങിനെ അറിയാതെ പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഠിനാധ്വാനവും ഭർത്താവിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് പേജുകൾക്ക് ജന്മം നൽകിയ ആ പുസ്തകം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ഭാര്യ ടബിത ക്യാരി എന്ന നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതിയുടെ തുടക്കം ചവറ്റുകുട്ടിയിൽ നിന്ന് എടുത്ത് അത് പൂർത്തിയാക്കാൻ ഭർത്താവിനോട് നിർബന്ധിച്ചപ്പോൾ കിങ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഒപ്പം എഴുത്തും കൊണ്ടുപോയിരുന്നു. ടബിതയുടെ തീരുമാനം ശരിയായിരുന്നു. ക്യാരി ഒരു വൻ വിജയമായി മാറി. ഇന്ന് സ്റ്റീഫൻ കിങ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയതുമായ എഴുത്തുകാരിൽ ഒരാളാണ്. തൻ്റെ പല പ്രശസ്തമായ കഥകൾക്കും പശ്ചാത്തലമായ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലയായ മെയിനിലെ ഏറ്റവും വലിയ നഗരമായ പോർട്ട്ലൻഡിലാണ് സ്റ്റീഫൻ കിങ് ജനിച്ചത്. നെല്ലിയുടെയും ഡൊണാൾഡ് കിങ്ങിൻ്റെയും രണ്ടാമത്തെ മകനായിരുന്നു സ്റ്റീഫൻ. എന്നാൽ ആ 4 അംഗ കുടുംബം പെട്ടെന്ന് തന്നെ 3 അംഗ കുടുംബമായി ചുരുങ്ങി. സ്റ്റീഫന് വെറും 2 വയസ്സും ജ്യേഷ്ഠന് 4 വയസ്സും ഉള്ളപ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞിറങ്ങിയ അവരുടെ പിതാവ് പിന്നീട് ഒരിക്കലും തിരികെ വന്നില്ല. കിങ്ങിൻ്റെ അമ്മ പല ജോലികൾ ചെയ്തു. 2 ആൺകുട്ടികളെയും കൊണ്ട് അവർ മെയിനിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് മാറി താമസിച്ചു. തനിക്ക് ജീവിക്കാനും കുട്ടികളെ വളർത്താനും പറ്റിയ കുറഞ്ഞ ചിലവിലുള്ള ഒരു സ്ഥലവും ജോലിയും തേടിയായിരുന്നു ആ അലച്ചിൽ. എങ്കിലും മെയിനായിരുന്നു അവരുടെ സ്വന്തം നാട്. ഒടുവിൽ കുടുംബം അവിടെ സ്ഥിര താമസമാക്കി. അവർ മെയിനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആ വീട്ടിൽ ഇൻഡോർ പ്ലംബിംഗ് പോലും ഉണ്ടായിരുന്നില്ല. ഓർക്കണം, ഇത് നടക്കുന്നത് 1960കളിലാണ്. കിങ്ങിൻ്റെ കുട്ടിക്കാലം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സമ്പത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ദരിദ്രമായിരുന്നു. എങ്കിലും തൻ്റെ കുട്ടിക്കാലം എന്തോ അസാധാരണമായ ഒന്നായിരുന്നു എന്ന് കിങ് കരുതുന്നില്ല. പക്ഷേ തനിക്ക് പണ്ട് മുതലേ പേടിപ്പിക്കുന്ന കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം വളരെ സാധാരണമായിരുന്നു, പക്ഷേ ചെറുപ്പം മുതൽ എനിക്ക് പേടിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എന്തിനാണെന്നറിയില്ല, അങ്ങനെയായിരുന്നു. പേടിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും ഭയം തോന്നുമായിരുന്നു. പേടി കാരണം ലൈറ്റ് ഇട്ടിട്ട് കിടക്കണമായിരുന്നു. അലമാരയ്ക്കുള്ളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഭാവന വളരെ സജീവമായിരുന്നു. അദ്ദേഹം പോലും ഓർക്കാത്ത കുട്ടിക്കാലത്തെ ഒരു സംഭവമായിരിക്കാം ഇങ്ങനെ ഇത്തരം ഭയപ്പെടുത്തുന്ന കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് ചിലർ പറയാറുണ്ട്. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ റെയിൽവേ ലൈനിനടുത്തുള്ള ഒരു അയൽപക്കത്തെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു. ഞാൻ പോയി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പ്രേതത്തെ പോലെ വിളറി വെളുത്ത് ഞാൻ തിരിച്ചു വന്നു. അന്ന് ബാക്കി സമയം മുഴുവൻ ഞാൻ ആരോടും സംസാരിച്ചതേയില്ല. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരണമെന്ന് ഫോൺ ചെയ്ത് പറയാതെ ഞാൻ എന്തുകൊണ്ട് പോകുന്നുവെന്ന് അമ്മയോട് പറഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എന്നെ എന്തുകൊണ്ട് കൂടെ വിട്ടില്ല, തനിയെ വരാൻ അനുവദിച്ചു എന്നും ഞാൻ പറഞ്ഞില്ല. ഒടുവിൽ അറിഞ്ഞത് ഞാൻ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി റെയിൽവേ ട്രാക്കിൽ കളിക്കുന്നതിനിടയിലോ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടയിലോ ഒരു ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് മരിച്ചു എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ശരീരഭാഗങ്ങൾ ഒരു ഈന്തപ്പന കുട്ടയിലാണ് അവർ പെറുക്കിയെടുത്തതെന്ന് അമ്മ എന്നോട് പറഞ്ഞു എന്നാണ് സ്റ്റീഫൻ കിങ് പിന്നീട് പറഞ്ഞത്. ആ സംഭവം വലിയൊരു മാനസിക ആഘാതം ഉണ്ടാക്കിയിരിക്കാമെങ്കിലും കിങ്ങിൻ്റെ ശക്തമായ ഭാവനയ്ക്ക് കാരണം അത് മാത്രമല്ല. കിങ്ങിൻ്റെ കുടുംബത്തിന് സാഹിത്യത്തോടുണ്ടായിരുന്ന താല്പര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അമ്മയ്ക്ക് ബേബി സിറ്ററെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ അതിനുള്ള പണമില്ലെങ്കിലോ അവർ മക്കളെ 2 പേരെയും വീട്ടിലാക്കും. പരസ്പരം പുസ്തകങ്ങൾ ഉറക്കെ വായിച്ച് കേൾപ്പിക്കണം എന്ന നിബന്ധനയോടെ. അങ്ങനെ കഥകളോടും എഴുത്തിനോടുമുള്ള കിങ്ങിൻ്റെ ഇഷ്ടം ചെറുപ്പത്തിലെ വളർന്നു വന്നു. ആ ശീലം പിന്നീട് അദ്ദേഹം കൈവിട്ടില്ല. കിങ്ങും ഭാര്യ ടബിതയും അവരുടെ കുട്ടികളെ കൊണ്ട് പരസ്പരം ഉറക്കെ വായിപ്പിക്കുകയും തങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കുടുംബത്തിന് സ്വന്തമായ ഒരു ഓഡിയോ ബുക്ക് ശേഖരമുണ്ടാക്കാൻ അദ്ദേഹം ആ കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്യുക പോലും ചെയ്തിരുന്നു. വളർന്നു വരുന്ന സമയത്ത് കിങ് തൻ്റെ ജ്യേഷ്ഠൻ്റെ ന്യൂസ് ലെറ്ററിന് വേണ്ടിയും എഴുതിയിരുന്നു. ഡേവ്സ് റാഗ് എന്ന് വിളിച്ചിരുന്ന അത് അവരൊരു മിമിയോഗ്രാഫി മെഷീനിൽ കോപ്പികളെടുത്ത് കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ ജ്യേഷ്ഠൻ്റെ പത്രത്തിന് വേണ്ടി എഴുതുന്നതിലും അപ്പുറത്തേക്ക് വളരാൻ കിങ്ങിന് അധികം സമയം വേണ്ടി വന്നില്ല. 1965 ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കിങ്ങിൻ്റെ എഴുത്ത് കോമിക്സ് റിവ്യൂവിൽ അച്ചടിച്ചു വന്നു. ഇന്നത്തെ കിങ്ങിൻ്റെ പ്രശസ്തമായ പേടിപ്പിക്കുന്ന കഥകളുടെ അതേ ശൈലിയിലുള്ളതായിരുന്നു ആ കഥയിൽ. കൗമാരപ്രായത്തിൽ പണം സമ്പാദിക്കാൻ കിങ് ഒരു ശ്മശാനത്തിൽ കുഴിമാടം വെട്ടുന്ന ജോലി ചെയ്തിരുന്നു.
ആ ജോലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഐ വാസ് എ ടീനേജ് ഗ്രേവ് റോബർ എന്ന കഥ എഴുതിയത്. അത് പ്രസിദ്ധീകരിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിജയത്തിന്റെ മധുരം. ഒരേ ഒരു വിഷമം എന്തെന്നാൽ ആ ജോലിക്ക് അദ്ദേഹത്തിന് പണമൊന്നും കിട്ടിയില്ല. പണം ലഭിച്ച ആദ്യത്തെ പ്രസിദ്ധീകരണം അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോഴാണ് ഉണ്ടായത്. ദ ഗ്ലാസ് ഫ്ലോർ എന്ന കഥയ്ക്ക് $35 പ്രതിഫലം ലഭിച്ചു. ലിസ്ബൺ ഫാൾസ് ഹൈസ്കൂളിൽ നിന്നാണ് കിങ് ബിരുദം നേടിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ 11-22-63 എന്ന പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾക്ക് പശ്ചാത്തലമായത് ഈ നഗരമാണ്. ലിസ്ബൺ ഫാൾസ് ഒരു മിൽ ടൗൺ നഗരമായിരുന്നു, അതായത് ഫാക്ടറി നഗരം. കൗമാരക്കാരനായിരുന്നപ്പോൾ കിങ് ഈ നഗരത്തിലെ മില്ലിൽ ജോലി ചെയ്തിട്ടുണ്ട്. പഠനം കഴിഞ്ഞപ്പോൾ കിങ്ങിന്റെ ആഗ്രഹം ഒരു എഴുത്തുകാരനാവുക എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടുന്നതിനായി വടക്കുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മെയിൻ ഒറോണോയിലേക്ക് തിരിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം കോളേജ് പത്രത്തിൽ ഒരു കോളം എഴുത്തുകാരനായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ശക്തമായി സംസാരിച്ചിരുന്നു. കൂടാതെ കോളേജ് ലൈബ്രറിയിൽ ജോലിയും ചെയ്തിരുന്നു. അതേ ലൈബ്രറിയിലാണ് ഇന്ന് കിങ്ങിൻ്റെ പല പ്രധാനപ്പെട്ട രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ ഭാര്യയെ കണ്ടുമുട്ടിയതും. ടബിത ലൈബ്രറിയിലെ പുസ്തക ഷെൽഫുകൾക്കിടയിൽ ഒരു പുസ്തകം തിരയുകയായിരുന്നു. ആ വഴി കടന്നുപോയ കിങ് അവളോട് സംസാരിച്ചു തുടങ്ങി. 4 വർഷത്തിന് ശേഷം ഈ സാഹിത്യ ദമ്പതികൾ ബിരുദം നേടുകയും അവർക്കൊരു മകൾ ജനിക്കുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. കോളേജിൽ വെച്ച് കിങ് എഴുതിയിരുന്നുവെങ്കിലും എഴുത്തുകൊണ്ട് മാത്രം സ്വന്തം കാര്യങ്ങളും വളർന്നു വരുന്ന കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നോക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അവരും മകൾ നവോമിയും ബാങ്കർ എന്ന സ്ഥലത്തിന് പുറത്തുള്ള ഒരു ട്രെയിലറിലാണ്, അതായത് ചെറിയ കാരവൻ പോലെയുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. കിങ് 2 ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹാംപ്ടൺ അക്കാഡമിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനൊപ്പം വേനൽക്കാലത്ത് ലോക്കൽ സ്റ്റേഷനിൽ പെട്രോൾ പമ്പ് ചെയ്യാനും ഒരു അലക്കശാലയിൽ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാനും അദ്ദേഹം പോയി. ടബിത ഒരു ഡങ്കൻ ഡോണറ്റ്സിൽ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്കിലും കിങ് എഴുതാൻ എപ്പോഴും സമയം കണ്ടെത്തി. കുടുംബത്തിൻ്റെ ഇടുങ്ങിയ ട്രെയിലറിനിടയിൽ പോലും എഴുതാനുള്ള മേശയ്ക്കും ടൈപ്പ് റൈറ്ററിനുമായി ഒരു സ്ഥലം മാറ്റിവെക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ദിവസം 2000 വാക്കുകൾ എഴുതുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇന്നും അദ്ദേഹം ആ ലക്ഷ്യം മുറുകെ പിടിക്കുന്നു. ഒടുവിൽ കിങ്ങിന് ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ഹാംപ്ടൺ അക്കാഡമിയിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എങ്കിലും ആ ജോലി അദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തി നൽകിയിരുന്നില്ല. അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് എഴുത്തായിരുന്നു. എഴുത്തുകൊണ്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം. എഴുത്ത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു. അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മറ്റൊന്നും ചെയ്യാനായി ജനിച്ചവനല്ല. ഞാൻ കഥകൾ എഴുതാനാണ് ജനിച്ചത്. കഥകൾ എഴുതുന്നത് എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. എനിക്ക് മറ്റൊന്നും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യം ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ചും എനിക്ക് ആലോചിക്കാനാകില്ല. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ വലിയ അവസരം ഒടുവിൽ വന്നു ചേർന്നു. 1973 ടബിത കാരിയുടെ തുടക്കം ചവറ്റുകുട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം കിങ് ആ പുസ്തകം പൂർത്തിയാക്കിയ ഒരു പബ്ലിഷർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ ഉറച്ച വിശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ പരാജയ സാധനമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നായിരുന്നു. അദ്ദേഹം കാരി അയക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അവർക്ക് സ്വന്തമായൊരു ഫോൺ എടുക്കാൻ പോലും പണമില്ലായിരുന്നു. അതുകൊണ്ട് ടെലിഗ്രാം വഴിയാണ് അദ്ദേഹം ആ വാർത്ത അറിഞ്ഞത്. അദ്ദേഹത്തിന് $2500 അഡ്വാൻസ് ലഭിക്കുമെന്നും ഡബിൾ ഡേ കാരി പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു അത്. അതിനുശേഷം അതിലും വലിയൊരു സന്തോഷ വാർത്ത എത്തി. അതിൻ്റെ പേപ്പർ ബാക്ക് അവകാശം $4 ലക്ഷം വിറ്റുപോയി. കിങ്ങിന് അധ്യാപക ജോലി ഉപേക്ഷിച്ച് പൂർണ്ണസമയ എഴുത്തുകാരനാകാൻ കഴിഞ്ഞു. അവരുടെ കുടുംബം സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ള നല്ലൊരു ജീവിതം അവർക്ക് ലഭിച്ചു. ആ പുസ്തകം ഒരു വൻ വിജയമായി മാറി. തൊട്ടടുത്ത വർഷത്തിനുള്ളിൽ തന്നെ 10 ലക്ഷം കോപ്പികൾ വിറ്റുപോയി. വെറും 3 വർഷത്തിന് ശേഷം അതൊരു അക്കാദമി അവാർഡ്, അതായത് ഓസ്കാർ നേടിയ സിനിമയായി മാറി. സ്റ്റീഫൻ കിങ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു വലിയ എഴുത്തുകാരനും ഒരു അമേരിക്കൻ സെലിബ്രിറ്റിയുമായി മാറി. വിജയം കൈവരിച്ചതുകൊണ്ട് കിങ്ങിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം മിസറി, ക്യൂജോ, പെറ്റ് സിമെട്രി തുടങ്ങിയ പുസ്തകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എഴുതി കൂട്ടുന്നതിനിടയിൽ ഭയങ്കരമായി മദ്യപിക്കുന്നുണ്ടായിരുന്നു. തനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. റോളിംഗ് സ്റ്റോണിനോട് കിങ് പുറത്തു പറഞ്ഞത് ഇങ്ങനെയാണ്: വീട്ടിൽ ഞാൻ മാത്രമാണ് മദ്യപിച്ചിരുന്നത്. എൻ്റെ ഭാര്യ ചിലപ്പോൾ ഒരു ഗ്ലാസ് വൈൻ കുടിക്കും, അത്രമാത്രം. അങ്ങനെ ഒരു രാത്രി ഞാൻ ഗാരേജിൽ ചെന്നപ്പോൾ ബിയർ ക്യാൻ ഇടാൻ മാറ്റി വെച്ചിരുന്ന ചവറ്റുകുട്ട മുകളറ്റം വരെ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. തൊട്ട് മുൻപത്തെ ആഴ്ച അത് കാലിയായിരുന്നു. ഞാനൊരു രാത്രിയിൽ ഒരു കേസ് ബിയർ വരെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാനൊരു മദ്യപാനിയാണ്. അത് ഏകദേശം 78-79 കാലഘട്ടങ്ങളിലായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഞാൻ വളരെ സൂക്ഷിക്കണം. കാരണം ആരെങ്കിലും വന്ന് നീ ഒരുപാട് കുടിക്കുന്നുണ്ട്, അത് നിർത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിർത്താൻ കഴിയില്ല. തനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം മദ്യപാനം നിർത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിലും ഒരു പടി കൂടി മുന്നോട്ട് പോയി. 70കളുടെ അവസാനത്തിൽ കിങ് കൊക്കൈൻ ഉപയോഗിക്കാൻ തുടങ്ങി. രാത്രികളിൽ എഴുതുമ്പോഴായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ സമയമായപ്പോഴേക്കും അദ്ദേഹത്തിനും ടബിതയ്ക്കും 3 കുട്ടികളുണ്ടായിരുന്നു. തൻ്റെ ലഹരി ഉപയോഗം കുടുംബത്തെയും എഴുത്തിനെയും ഒരുപോലെ ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ടോമി നോക്കേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ അമിതമായ നീളത്തിന് കാരണം
കൊക്കൈനാണെന്ന് അദ്ദേഹം പറയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ലഹരി നൽകിയ ആ അമിത ഊർജ്ജം കൊണ്ടല്ലായിരുന്നു അത് എഴുതിയിരുന്നതെങ്കിൽ ആ പുസ്തകത്തിന്റെ വലിപ്പം പകുതിയായി കുറയ്ക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 80കളിൽ തന്റെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും എത്രമാത്രം മോശമായിരുന്നു എന്നാൽ ക്യൂജോ എന്ന നോവൽ എഴുതിയത് പോലും തനിക്ക് ഓർമ്മയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ക്യൂജോ എന്നൊരു നോവലുണ്ട്, അത് എഴുതിയത് എനിക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല. ഞാനിത് അഭിമാനത്തോടെയോ നാണക്കേടോടെയോ പറയുന്നതല്ല, മറിച്ച് ഒരു തരം സങ്കടത്തോടെയും നഷ്ടബോധത്തോടെയുമാണ് പറയുന്നത്. എനിക്ക് ആ പുസ്തകം ഇഷ്ടമാണ്. അതിൻ്റെ നല്ല ഭാഗങ്ങൾ പേജിലേക്ക് പകർത്തുമ്പോൾ അനുഭവിച്ച സന്തോഷം എനിക്ക് ഓർക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ദി ഷൈനിങ്, മിസറി എന്നീ 2 പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടങ്ങളുടെ സൂചനകൾ കാണാം. ദി ഷൈനിങ്ങിലെ ജാക്ക് ടോറൻസ് ഒരു മദ്യപാനിയാണ്. കൂടാതെ മിസറിയിലെ വില്ലൻ കഥാപാത്രം യഥാർത്ഥത്തിൽ കൊക്കൈൻ്റെ ഒരു രൂപം തന്നെയാണെന്നാണ് കിങ് വിവരിച്ചിട്ടുള്ളത്. 80കളുടെ അവസാനം ടബിത അദ്ദേഹത്തെ വിട്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു നാടകീയ ഇടപെടൽ നടത്തുകയും ചെയ്തപ്പോഴാണ് കിങ് തൻ്റെ ശീലങ്ങൾ മാറ്റാൻ തയ്യാറായത്. ആ ഇടപെടലിനിടയിൽ ചവറ്റുകുട്ടയിൽ നിന്ന് ശേഖരിച്ച മയക്കുമരുന്ന് സാമഗ്രികളും ഗുളികകളും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിന് മുന്നിൽ നിരത്തി. തൻ്റെ പ്രശ്നത്തിൻ്റെ വ്യാപ്തി കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ സ്വന്തം കണ്ണുകളാൽ കണ്ട കിങ് ലഹരി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം ലഹരിമുക്തനായിട്ട് ഏകദേശം 3 പതിറ്റാണ്ടുകളാകുന്നു. 1990കളിലും 21ാം നൂറ്റാണ്ടിലും കിങ് ലോകത്തിലെ ഏറ്റവും മികച്ചതും പ്രശസ്തനുമായ എഴുത്തുകാരനായി തുടർന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി നിരവധി സിനിമകളും മിനി സീരീസുകളും നിർമ്മിക്കപ്പെട്ടു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ 35 കോടിയിലധികം കോപ്പികളാണ് വിറ്റുപോയത്. ഇത്രയധികം ജനപ്രിയനായതിനു ശേഷം റിച്ചാർഡ് ബാറ്റ്സ്മാൻ എന്ന തൂലികാ നാമത്തിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. തൻ്റെ ഈ പ്രശസ്തമായ പേര് പുസ്തകത്തിൻ്റെ മുൻ പേജിൽ ഇല്ലാതെ തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവ വിറ്റഴിക്കാനും കഴിയുമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം. റിച്ചാർഡ് ബാറ്റ്സ്മാൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം റേജ് ആയിരുന്നു. കിങ്ങിന് പരിചിതമായ മെയിനിലെ ഒരു ഹൈസ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളിൽ അക്രമ സംഭവങ്ങൾ നടത്തുന്ന ഒരു കൗമാരക്കാരൻ്റെ കഥയാണ് ഈ പുസ്തകം പറയുന്നത്. അവൻ തൻ്റെ ലോക്കറിന് തീയിടുന്നു, സ്വന്തം ആൾജിബ്ര അധ്യാപകനെ വെടിവെക്കുന്നു, മറ്റൊരു വിദ്യാർത്ഥിനിയെ സ്പാനർ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. 1977 ഇത് കിങ്ങിന് വെറും ഒരു ഭാവന മാത്രമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ 1980കളുടെ അവസാനത്തിലും 1990കളിലും ഈ പുസ്തകങ്ങളുടെ സംഭവങ്ങൾ അമേരിക്കയിലുടനീളമുള്ള സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ നടക്കാൻ തുടങ്ങി. 1997 കെൻഡക്കിയിലെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഒരു വിദ്യാർത്ഥി 8 പേരെ വെടിവെച്ചതിന് ശേഷം അവൻ്റെ ലോക്കറിൽ റേഞ്ച് എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കണ്ടെത്തി. ഇതിൽ അസ്വസ്ഥനായ കിങ് ആ പുസ്തകത്തിൻ്റെ അച്ചടി നിർത്തിവെക്കാൻ തൻ്റെ പബ്ലിഷറോട് ആവശ്യപ്പെട്ടു. വിജയം കൈവരിച്ചപ്പോഴും കിങ് മെയിനിൽ തന്നെയാണ് താമസം തുടർന്നത്. ആ കുടുംബത്തിൽ ബാങ്കറിൽ ഒരു വീടും വേനൽക്കാലത്ത് താമസിക്കാൻ തടാകത്തിന് സമീപമുള്ള ലെവലിൽ മറ്റൊരു വീടും ഉണ്ടായിരുന്നു. ലെവലിലെ ആ വീടിനടുത്ത് വെച്ചാണ് 1999 കിങ്ങിൻ്റെ ജീവൻ ഏതാണ്ട് അവസാനിക്കേണ്ടി വന്ന ഒരു അപകടമുണ്ടായത്. മെയിനിലെ പ്രകൃതി ഭംഗിയുടെ ഭാഗമായ വളഞ്ഞു പൊളിഞ്ഞ കാട്ടുപാതയിലൂടെ കിങ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വാൻ അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചത്. അദ്ദേഹം അവിടെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നുവെന്നും കാല് ഒടിഞ്ഞുവെന്നും വ്യക്തമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണട തെറിച്ചു വീണത് അദ്ദേഹത്തെ ഇടിച്ച വാനിനുള്ളിലായിരുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടി വന്നു. സുഖം പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പിയും ചെയ്യേണ്ടി വന്നു. കിങ്ങിന് ഇടിച്ച വാൻ ഓടിച്ചിരുന്ന ബ്രയാൻ സ്മിത്തിന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ച കേസ് ഉൾപ്പെടെയുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ടായിരുന്നു. കിങ്ങിൻ്റെ അപകടത്തിന് കാരണം സ്മിത്തിൻ്റെ പട്ടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചതാണെന്നും അത് വണ്ടി എഴുത്തുകാരൻ്റെ നേർക്ക് തിരിയാൻ ഇടയാക്കിയതാണെന്നും പറയപ്പെടുന്നു. സ്മിത്തിന് 6 മാസത്തെ ജയിൽ ശിക്ഷ ലഭിച്ചെങ്കിലും പിന്നീട് അത് റദ്ദാക്കി. 1 വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. കിങ് ഇതിൽ അസ്വസ്ഥനായിരുന്നു. സ്മിത്തിൻ്റെ മോശം ഡ്രൈവിംഗ് ചരിത്രം കണക്കിലെടുത്ത് അയാളുടെ ലൈസൻസ് ജീവിതകാലം മുഴുവൻ റദ്ദാക്കണമെന്നാണ് കിങ് ആഗ്രഹിച്ചത്. അപകടം നടന്ന് കൃത്യം 1 വർഷത്തിന് ശേഷം സ്മിത്തിനെ 43ാം വയസ്സിൽ തൻ്റെ ട്രെയിലറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വേദന സംഹാരികൾ അമിതമായി കഴിച്ചതുകൊണ്ടായിരുന്നു മരണം. വിചിത്രമെന്ന് പറയട്ടെ, ഒരു കിങ് നോവലിലെ കഥ പോലെ അയാൾ മരിച്ചത് കിങ്ങിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 21 അപകടത്തിന് കിങ്ങിന് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിരുന്നു. എങ്കിലും ആശുപത്രി വിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും എഴുതാൻ തുടങ്ങി. ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഓൺ റൈറ്റിംഗ് അദ്ദേഹം പൂർത്തിയാക്കുകയും 2000 ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ 2002 ആയപ്പോഴേക്കും പഴയതുപോലെ എഴുതാനുള്ള ശാരീരിക ശേഷി തനിക്കില്ലെന്ന് കിങ് തീരുമാനിച്ചു. മുൻപൊക്കെ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് ടൈപ്പ് ചെയ്തിരുന്ന അദ്ദേഹത്തിന് അപകടത്തിന് ശേഷം ദീർഘനേരം ഇരിക്കുന്നത് വലിയ വേദനയുണ്ടാക്കി. ലഹരിയോടുള്ള ആസക്തി വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപകടത്തിന് ശേഷമുണ്ടായ പരിക്കുകളുടെ വേദന മാറ്റാൻ അദ്ദേഹം ഓക്സിക്കോണ്ടിൻ കഴിക്കാൻ തുടങ്ങി. അത് പിന്നീട് ഒരു ലഹരിയായി മാറി. എന്നാൽ 1 പതിറ്റാണ്ട് മുൻപ് ചെയ്തതുപോലെ അദ്ദേഹം ആ ആസക്തിയെയും അതിജീവിച്ച് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപകടമുണ്ടാക്കിയ പരിക്കുകളെക്കാളും പ്രതിസന്ധികളെക്കാളും ശക്തമായിരുന്നു എഴുത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം. അങ്ങനെ കിങ് തൻ്റെ എഴുത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ജീവിക്കാൻ തനിക്ക് എഴുത്ത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അപകടത്തിന് ശേഷം അദ്ദേഹം മിസ്റ്റർ മെർസിഡീസ്, ഡ്യൂമ കീ, 11-22-63, അണ്ടർ ദ ഡോം ഉൾപ്പെടെ ഡസൻ കണക്കിന് കഥകളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. തൻ്റെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളുടെയും കഴിവുകളുടെയും പ്രകടനമെന്നോണം കിങ് സംഗീതത്തിലും ഒരു കൈ നോക്കിയിരുന്നു. ദ റോക്ക് ബോട്ടം റിമൈൻഡേഴ്സ് എന്ന ബാൻഡിന് വേണ്ടി അദ്ദേഹം ഗിറ്റാർ വായിച്ചു. കിങ്ങിന് ഇപ്പോൾ 70 വയസ്സായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തീർന്നുപോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹവും മകൻ ഓവനും ചേർന്ന് എഴുതിയ ഒരു പുസ്തകം 2017 പുറത്തിറങ്ങിയിട്ടുണ്ട്. കിങ്ങിനും ടബിതയ്ക്കും 3 വീടുകളുണ്ട്. 2 മെയിനിലും 1 ഫ്ലോറിഡയിലും. ഇതിൽ മെയിനിലെ വീടാണ് ഏറ്റവും പ്രശസ്തം. ബാങ്കറിലുള്ള ഈ വീട് വവ്വാലുകളുടെ രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഇരുമ്പ് വേലികളാൽ ചുറ്റപ്പെട്ട വലിയൊരു പഴയ വിക്ടോറിയൻ മോഡൽ വീടാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്റ്റീഫൻ കിങ് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു വീട് തന്നെയാണിത്. എന്നാൽ അകത്താകട്ടെ ഒരു ഇൻഡോർ നീന്തൽക്കുളവും വലിയൊരു ഭൂഗർഭ ലൈബ്രറിയുമുണ്ട്. കിങ്ങും ടബിതയും ചേർന്ന് സ്റ്റീഫൻ ആൻഡ് ടബിത കിങ് ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. ലൈബ്രറികളും കോളേജുകളും, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് മെയിനും ബാങ്കർ പബ്ലിക് ലൈബ്രറിയും കിങ്ങിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ സഹായം നേടിയിട്ടുണ്ട്. 2001 വസാർ കോളേജിൽ നടത്തിയ പ്രസംഗത്തിൽ ഉദാര മനസ്കതയെയും ജീവകാരുണ്യത്തെയും കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് കിങ് വ്യക്തമാക്കുകയുണ്ടായി. നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടോ? തീർച്ചയായും കൊടുക്കണം. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കായി നൽകുന്ന ഒരു നീണ്ട സമ്മാനമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. അതിലെന്താണ് തെറ്റ്? നിങ്ങളുടെ പക്കലുള്ളതെല്ലാം ഒരു കടം മാത്രമാണ്. നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം അതൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നത് മാത്രമാണ് നിലനിൽക്കുക. ബാക്കിയെല്ലാം വെറും പുകമറയാണ്. സ്റ്റീഫൻ കിങ് സ്വന്തം നിലയിൽ രാജ്യത്തെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. 30 വർഷങ്ങളിലേറെയായി അദ്ദേഹം പോപ്പ് സംസ്കാരത്തെ സ്വാധീനിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ദശലക്ഷക്കണക്കിന് വിറ്റഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുകയും അക്കാഡമി അവാർഡുകൾ നേടുകയും ചെയ്തു. 3 പതിറ്റാണ്ടുകളിലേറെയായി അമേരിക്കയുടെ വടക്കു കിഴക്കൻ അറ്റത്തുള്ള തൻ്റെ വീട്ടിലിരുന്ന് സ്റ്റീഫൻ കിങ്ങിന് എഴുത്തിലൂടെ ജീവിക്കുക എന്ന തൻ്റെ കുട്ടിക്കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മളിൽ പലർക്കും ദുസ്വപ്നങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് നമ്മൾ കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ ആ ദുസ്വപ്നങ്ങളെ ലോകം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്.